ഫിഷർമാൻ ആണോ? അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ട്യൂണ, കേര, ചൂരയൊക്കെ എല്ലാവരും കൺസ്യൂം ചെയ്യുമ്പോൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, അത് നല്ലൊരു ചൂരയുടെ അടിപൊളി പീസാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിൽ ബ്ലാക്ക് ഇത് കണ്ടോ. അപ്പോൾ എല്ലാവരും കുറേ പേര് ഇത് കഴിക്കുമ്പോൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ വാങ്ങുമ്പോൾ പറയും ആ ബ്ലാക്ക് വേണ്ട കേട്ടോ, ആ കറുത്ത ഭാഗം വേണ്ട കേട്ടോ, പിന്നെ അത് പറ്റില്ല കൊള്ളില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ മനസ്സിലാക്കിയാൽ ഇത് നല്ല അടിപൊളി സാധനമാണ്. അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അയേണ്, വൈറ്റമിൻ ഇ എന്നൊക്കെ പറഞ്ഞ് അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതെന്തോന്ന് വെച്ചാൽ മയോഗ്ലോബിൻ, അതായത് ബ്ലഡ് സർക്കുലേഷനുള്ള അതാണ് ഈ സംഗതി. അതായത് ട്യൂണൻ്റെ എന്ന് അല്ലെങ്കിൽ ചൂരൻ്റെ എന്ന് പിന്നെ റെഡ് മീറ്റ് ആയിട്ട് കുറച്ച് കൂടുതൽ കാണും. അതായത് ഓക്സിജൻ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന മീനാണ്. കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന അല്ലാണ്ട് ബ്ലഡിൽ ഇത് ബ്ലഡ് ലൈനാണ്, ബ്ലഡ് ലൈൻ എന്നാണ് പറയാം. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഓക്സിജൻ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന മീനാകും. ട്യൂണ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ട്യൂണൊക്കെ കണ്ടമാനം ഓക്സിജൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര, ഓക്സിജൻ്റെ സപ്ലൈ വളരെ നന്നായിട്ട് നടക്കണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ പെട്ടെന്ന് നടക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് നടക്കുന്നത് ഇതിലൂടെ, ഈ ബ്ലഡ് ലൈനിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറുത്തിരിക്കുന്നത്. അല്ലാതെ ഇത് മീൻ കേടായിട്ട് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത ഭാഗമൊന്നുമല്ല. കുറേ പേര് ഇതിൻ്റെ ഒഴിവാക്കി കഴിക്കും. ഇതെന്താ വെച്ചാൽ ഇത് ഈ മീനിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനുള്ള ഈ ഭാഗത്താണ്, ഈ കറുപ്പ് ഭാഗത്താണ് ഏറ്റവും റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ഉള്ളത്. ഇത് ചിലപ്പോൾ ടേസ്റ്റിൽ ഇത് കുറച്ച് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ്. അതായത് നോർമൽ ടേസ്റ്റാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ചവർപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതലായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് അലർജി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല. അതുപോലെ തന്നെ ഇത് വളരെ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇനിയെങ്കിലും തെറ്റിദ്ധരിക്കാതിരിക്കുക, ഇത് കേടുവന്ന ഭാഗം വേറെ ഒന്നുമല്ല. ഇത് മയോഗ്ലോബിൻ്റെ പിന്നെ എന്താ പറയുക എക്സീഡഡ് ആയിട്ടുള്ള ഇത് മൂലം കൂടുതൽ കറുപ്പ് കൂടുകയാണ്. പിന്നെ ഫ്രഷ് ആയിരിക്കുമ്പോൾ നല്ല ഫ്രഷാകുമ്പോൾ നമ്മൾ റെഡിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് റെഡ് ലൈൻ അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം തെറ്റിദ്ധാരണ ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഫിഷർമാൻ ഡയറീസിൽ വീണ്ടും കാണാം.